നാളെ ഒരാൾ ഔട്ടാവും. അതെ, നാളെ ഒരാളെ ഔട്ടാവത്തുള്ളൂ. കാരണം ടോപ്പ് 8 ആണ് ഇപ്പോൾ വീട്ടിനകത്തുള്ളത്. നാളെ ഒരാൾ ഔട്ടാവുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും റീപ്ലേസ് വൈൽഡ് കാർഡ് നോക്കൗട്ട് വല്ലതും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം 2 പേര് മാറുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ 2 പേര് നാളെ മാറുമെന്ന് കണ്ടറിയാം. നാളെ എന്തായാലും ഒരാൾ ഔട്ടാവും. പണപ്പെട്ടി എടുത്ത് അടുത്ത ആഴ്ച പകുതി വെച്ച് ഒരാൾ ഔട്ടാവും. ഫിനാലയുടെ തലേന്ന് ഒരാൾ ഔട്ടാവും. അപ്പോൾ എന്തായാലും ടോപ്പ് 5 നമുക്ക് കിട്ടും. ഇനി ഫിനാലയുടെ തലേന്ന് ഔട്ടാക്കുമോ എന്നുള്ളത് ഒരു സംശയമാണ്. ഇനി ടോപ്പ് 6 ഡിക്ലെയർ ചെയ്യുമോ എന്നുള്ള കാര്യം നല്ല ഡൗട്ടാണ്. കാരണം അടുത്ത് 3 എവിക്ഷൻ വരുമെങ്കിൽ ഇപ്പം നാളെ ഒരു എവിക്ഷൻ ഉറപ്പായിട്ടും നടന്നിരിക്കും. കാരണം മിഡ് വീക്ക് ഒന്നും ഈ ആഴ്ച നടക്കാത്ത സ്ഥിതിക്ക് നാളെ എന്തായാലും ഒരെണ്ണം നടത്തും. പിന്നെ പണപ്പെട്ടി എന്തായാലും വെക്കും. പണപ്പെട്ടി വെച്ച് ഒരാൾ തെറിക്കും. പിന്നെ വരുന്നത് അപ്പം തന്നെ ടോപ്പ് 6 ആവും. പിന്നെ ഒരാളെ കൂടെ നടത്തി കഴിഞ്ഞാൽ ടോപ്പ് 5 ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് ഏറ്റവും ഭയങ്കരമായിട്ട് നടന്നൊരു സാധനം, മുത്തുവിന് റോയൽ എൻഫീൽഡ് ബൈക്ക് ബുള്ളറ്റ്, മുത്തുവിന് ബുള്ളറ്റ് കിട്ടിയിരിക്കുകയാണ്. അതെ, മറ്റേ A23 റമ്മിയുടെ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായിട്ടുള്ള ആൾക്കാരെ വെച്ച് മത്സരം നടത്തി മുത്തു അടിച്ചെടുത്തിരിക്കുകയാണ് ആ ഒരു സാധനം, ബുള്ളറ്റ്. പിന്നീട് ഈ സൗന്ദര്യയുടെയും ജാക്കലിൻ്റെയും പ്രശ്നങ്ങളൊന്നും ഈ ഒരു കാലത്തും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗന്ദര്യം ഇത് ആവശ്യമില്ലാതെ വലിച്ചഴക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൗന്ദര്യം ഒരു നല്ല പ്ലെയറാണ്. കണ്ടന്റ് ബേസ്, ഗെയിം ബേസ് അല്ല, കണ്ടന്റ് ബേസ്. അപ്പോൾ കണ്ടന്റ് ബേസ് നല്ലൊരു പ്ലെയറാണ്. ഒരു ടോപ്പ് 3 ഒക്കെയാണ് സൗന്ദര്യക്ക് പറ്റിയ പൊസിഷൻ. ടോപ്പ് 3 ആണ്. ടോപ്പ് 3 ഒക്കെ സൗന്ദര്യം ഡിസർവിങ് ചെയ്യുന്നുണ്ട്. ഓൺലി വിത്ത് ദ കണ്ടന്റ് മാത്രം പിടിച്ചു വന്ന് ഇതുവരെ എത്തിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഒരു ടാസ്ക് കളിച്ച് ജയിക്കുന്ന അങ്ങനെയല്ല, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സാധനമല്ല. കണ്ടന്റ് ഉണ്ടാക്കി ടോപ്പ് 5 വരെ എത്താൻ പോസിബിൾ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യ ടോപ്പ് 3 വരെ നമുക്ക് എന്താ പറയുക, അവിടെ വരെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ വരെ സൗന്ദര്യം ഡിസർവിങ് ആണ്. ടോപ്പ് 2 നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ നിലവിൽ വീട്ടിൽ 8 പേരെ ഉള്ളത് വെച്ചിട്ട് ടോപ്പ് 1 or 2 ജാക്ലിൻ ഓർ മുത്തു അത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡിസർവിങ്. കാരണം ബാക്കിയുള്ള ആരായാലും ഭയങ്കര അൺഡിസർവിങ് ആണ്. റയാനോ അല്ലെങ്കിൽ ദീപക്കോ വിശാലോ പവിത്രയൊക്കെ കയറി വരുന്നതല്ല. ടോപ്പ് 1 or 2 1, 2, 3 എന്തായാലും മുത്തു, സൗന്ദര്യ, ജാക്ലിൻ അങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യ ഈസ് ഓൾവേസ് ഫോർ ടോപ്പ് 3. നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു റിവ്യൂ ആണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഇത് വോട്ടിൻ്റെ ബേസിസിലാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ഇന്ന് സൗന്ദര്യ ആവശ്യമില്ലാതെയാണ് ഈ ജാക്കലിൻ്റെ മണ്ടയിൽ തട്ടിക്കയറി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ സൗന്ദര്യക്ക് തന്നെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ കുറേ വോട്ടും കൂടെ ജാക്കലിൻ്റെ മണ്ടയിലോട്ട് മറിയും. സൗന്ദര്യയുടെ കേസ് പറയാതിരിക്കാൻ വയ്യടെ, ഭയങ്കരമായ PR വർക്കാണ് നടക്കുന്നത്. ഒരു പക്ഷേ സൗന്ദര്യം അറിയുന്നുണ്ടാവില്ല, മനസ്സിലായില്ലേ? സൗന്ദര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നപ്പോൾ കുറേ കമൻറ്റ് കുഞ്ഞുങ്ങൾ വരും ചാടാൻ വേണ്ടി. പക്ഷേ സൗന്ദര്യക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് തെലുങ്ക് ബിഗ് ബോസിലെ ആൾക്കാർ, തമിഴ് നാട്ടിലെ വലിയ നടികൾ, പിന്നെ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസ്, കേരളത്തിലും ശ്രീതു, പിന്നെ തെലുങ്ക് ബിഗ് ബോസ് ഇപ്പോൾ തീർന്നുള്ളൂ, അതിനകത്ത് അവരൊക്കെ പൊരിഞ്ഞ സൗന്ദര്യക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ്, വോട്ടിംഗ് ക്യാമ്പയിൻ. അതുകൊണ്ട് സൗന്ദര്യമൊക്കെ ഒഫീഷ്യൽ ടോപ്പ് 1 എത്തിയെന്ന് പറയുന്നതായിട്ട് വോട്ടിങ് കണ്ടറിയാം. ഇനി അടുത്ത ആഴ്ച എന്താണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. വർഷണി ഇന്ന് ആവശ്യമല്ല, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് പോയി കുത്തി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വർഷണിക്ക് എന്നെ മലന്ന് കിടന്ന് തുപ്പും പോലെ അത് പ്രശ്നമാവുന്നതുകൊണ്ട് നാളെ അറിയാം ഈ സാധനം റീപ്ലേസ് ചെയ്യുമോ അതോ പ്രാങ്ക് ആണോ എന്നുള്ളത്. എനിക്ക് പക്ഷേ ഇത്രയും പറയുന്ന കേട്ടിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇല്ലേ എന്താനും രണ്ടും ഒരു 50-50യിലാണ്. ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം, വൈൽഡ് കാർഡ് നോക്കൗട്ട് നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെടാതിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ കാണിക്കത്തില്ല, മറ്റന്നാളായിരിക്കും അതിനും എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടന്റ് ഒന്നുമില്ല, തീർന്നു. ആ ഡാൻസ് മാരത്തോൺ ടാസ്ക് അവസാനിച്ച് കിട്ടി. സത്യം പറഞ്ഞാൽ എന്തിനാണ് ആ ടാസ്ക് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇന്നും കുറേ പേരിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ റീസണ് വേണ്ടിയിട്ട് ആ ഒരു ടാസ്ക് കൊടുത്തിരുന്നെങ്കിൽ അത് കളിക്കാനെങ്കിൽ അവിടെ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരൊരു പൊട്ടൻഷ്യൽ കൊടുത്ത് കളിച്ചേനെ. കുറേ പേര് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്, കുറേ പേര് ചുമ്മാ ഇരുന്ന് കളിക്കുന്നുണ്ട്, പല വേയിൽ കളിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡാൻസ് മാരത്തോണൊക്കെ കഴിഞ്ഞ സീസണിൽ 75ാമത്തെ ദിവസം കൊടുത്ത ടാസ്ക്കാണ് ഇത്. ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും കണ്ട് മനുഷ്യൻ്റെ അടപ്പിളവി. പിന്നെ അണിമമ്മൻ ടാസ്ക് കൊടുത്തു, സ്പോൺസർ കൊടുത്തു, അങ്ങനെ കൊടുത്തു ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 96 ജനുവരി 10 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം ആദ്യം തന്നെ രാവിലെ അർണവ് സൗന്ദര്യ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ജാക്ലിൻ സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടോ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സൗന്ദര്യ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ജാക്ലിൻ ഇമോഷൻ വെച്ച് ബാക്കിയുള്ളവരെ വീക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ വർഷണി അത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇമോഷൻ കാണിച്ചുകൊണ്ട് ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്ത് സിമ്പതി ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൗന്ദര്യ, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഒരു ഇതാവുന്നത്, സിമ്പതി ആവുന്നത്? അപ്പം വർഷണി പറയണം, അത് നാടകമാണല്ലോ, ക്യാമറ നോക്കിയാണല്ലോ കരയുന്നതും പിഴിയുന്നതും ഒക്കെ. അപ്പോൾ സൗന്ദര്യ, കരഞ്ഞു കഴിഞ്ഞാൽ നാടകമാവോ? നിങ്ങൾ കരയത്തില്ലേ വർഷണി? അപ്പോൾ വർഷണി, നീ ചെയ്യുന്നത് വിക്ടിം കാർഡാണ് സൗന്ദര്യ.
അപ്പം ഞാൻ ആലോചിക്കുകയാണ്, സൗന്ദര്യം അടങ്ങിയിരുന്നാണ് ഇതിനൊക്കെ മറുപടി എടുക്കുന്നത്. സൗന്ദര്യം സാധാരണ കത്താറുള്ള പതിവാണല്ലോ. അപ്പോൾ സൗന്ദര്യം പറഞ്ഞ അകത്ത് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നാടകം, പുറത്തു വന്ന് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് റിയൽ ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ വർഷന് പറയണേ, എൻ്റെ പൊന്ന് സൗന്ദര്യയെ എല്ലാവരും കരയുന്നുണ്ട്, പക്ഷെ നീ കരയുന്നത് കുറച്ച് സ്പെഷ്യലാണ് എന്ന് പറയുന്നത്. അപ്പോൾ സൗന്ദര്യം പറഞ്ഞ് കരച്ചിലെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത് ആണ്, പിന്നെ എൻ്റെ വീക്ക്നെസ് ആയിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായേക്കാം. അപ്പോൾ വർഷന് പറയണേ, മുത്തുവിൻ്റെ കേസിൽ നിനക്ക് എന്താണ് തോന്നുന്നത്, മുത്തുവിൻ്റെ കാര്യത്തിൽ പറ. അത് അവൻ മുത്തുവിന് ഭയമുണ്ട് എന്ന് സൗന്ദര്യം പറയണം. ആ ടോപ്പിക് അവിടെ കഴിയുന്നു. അടുത്ത് ഡാൻസ് മാരത്തോണൊക്കെ ഒരു അറ്റത്തൂടെ നടക്കണം. ഞാൻ ഡാൻസ് മാരത്തോൺ കംപ്ലീറ്റ് കട്ട് ചെയ്യാണ്. അവിടെ വേറെ ഒരു കണ്ടന്റും ഇല്ല, അവരവിടെ ഡാൻസ് കളിച്ച് മറിയുന്നു. അടുത്ത് കുക്കിങ്ങിൽ ഓരോ ഫണ്ണൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിശാൽ കുക്കറിൻ്റെ അടപ്പ് അടച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജാക്ലിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ അടയ്ക്കാം, ക്യാരക്ടറിലാണല്ലോ എല്ലാവരും ക്യാരക്ടറിൽ, അപ്പോൾ ഞാൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് കുക്കറിൻ്റെ അടപ്പ് അടയ്ക്കുന്നു. അപ്പം അരുൺ അവിടെ നിൽക്കുന്നുണ്ട്. അരുൺ ഇങ്ങനെ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റയാൻ കിച്ചൺ ഇൻചാർജ് അവിടെ നിൽക്കുന്നുണ്ട്. വർഷിനി അങ്ങോട്ട് വരുന്നു. ഇതെന്തിനാ ഇവളിത് ചെയ്യുന്നത്? ഇന്നലെ സൗന്ദര്യയുടെ പണി ചെയ്യാൻ വന്നപ്പോൾ സമ്മതിച്ചില്ലല്ലോ, ഇവൾ പിന്നെ അവൾക്ക് കൊടുത്ത പണി എന്തിന് ഇവരെടുത്ത് ചെയ്യുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവിടെ ആവശ്യമില്ല ഒരു പ്രശ്നം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാക്കലും പറയുന്നുണ്ട്, അത് അവൾ ഇന്നലെ കുക്ക് ചെയ്യാനാണ് വന്നത്. നോക്ക്, അരുണിൻ്റെ കേസാണ് പറയുന്നത്. അരുൺ എന്തിനും ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അരുൺ കിച്ചണിലുള്ളതാണോ? അപ്പോൾ അരുൺ അവിടെ ആഹാരം ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ അരുൺ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ജാക്കലും പറയുന്നുണ്ട്. പാചകം ചെയ്യുന്നില്ല. വർഷന് നേരെ പുറത്ത് പോകുന്നു. പുറത്ത് അർണവ്, ഫാറ്റ്മാന്, ദീപക്, സൗന്ദര്യ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ പോയിട്ട് വർഷന് പറയാണ്, നോക്ക് ഇന്നലെ സൗന്ദര്യക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, ഇന്നപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അപ്പോഴത്തേക്കും ദീപക് പറയുന്നുണ്ട് എന്താ അപ്പം സൗന്ദര്യം പറയുന്നുണ്ട്, കിച്ചൺ ഇൻചാർജും അവനും ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് കൊടുത്തത്, ആര് റയാനും അരുണും ഒക്കെ. അപ്പോഴത്തേക്കും ഫാറ്റ്മാൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അല്ല കിച്ചൺ ഇൻചാർജ് നീയും കൂടെ ഉള്ള ഫ്രണ്ട്ഷിപ്പുള്ള വേറെ ആരുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല, കിച്ചൺ ഇൻചാർജ് ആരാ? റയാൻ. അപ്പോഴത്തേക്കും ജാക്ലിനും ആ പ്രശ്നം കേട്ടോണ്ട് വരികയാണ്. ആ പ്രശ്നം കേട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ജാക്ലിൻ പറഞ്ഞിട്ട് അതല്ല സംഭവം, റിയയ്ക്ക് കൈവയ്യ, അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ഇൻചാർജ് പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ അരുണിൻ്റെ അടുത്ത് അരിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ പറയാണ്, അപ്പോൾ നിൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ എൻ്റെ ഫ്രണ്ടല്ലേ, എന്നെക്കാളും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് സൗന്ദര്യക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ സൗന്ദര്യക്ക് അവിടെ കയറാറുന്നില്ലേ എന്നിങ്ങനെ ഈ പറയുന്ന പോലെ ജാക്ലിൻ പറയാണ്. അപ്പോഴത്തേക്കും ദീപക് അവിടെ ഒരു കമൻറ്റ് അടിക്കുന്നുണ്ട്. വർഷിനി വന്ന് ചോദ്യം ചോദിച്ചോണ്ടിങ്ങനെ വർഷിനി അടുത്ത് പറയുന്നുണ്ട്, വർഷിനി ഈ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് കേസ് പിടിക്കാതെ വേറെ എന്തെങ്കിലും നല്ല എന്തെങ്കിലും കൊണ്ടുപോകാം, ഈ ഒരൊറ്റ ഡയലോഗേ പറയുന്നുള്ളൂ, തമിഴിലാണ് പറയുന്നത്. അപ്പോഴത്തേക്കും വർഷണി മാറി ഇരുന്ന് അങ്ങോട്ട് കരച്ചിലും തുടങ്ങുന്നു. റിയ കൂടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വർഷണി, റിയ, ദീപക് ഇവരിയ്ക്കുമ്പോൾ വർഷണി പറയാണ്, ദീപക്കിന് എല്ലാം അറിയാം, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദീപക്കിന് എല്ലാം അറിയാമെന്നുള്ള ഒരു പ്ലെയറാണ്, നമുക്കൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ, നമ്മളിവിടെ കളിക്കാനെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് വർഷണി കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞ് സൗന്ദര്യം ജാക്കിനോട് പൂര വഴക്കാവുന്നു. ഫാറ്റ്മാൻ നടുക്കിരുന്നാണ് വഴക്കുണ്ടാക്കുന്നത്. ഫാറ്റ്മാൻ നടുക്കിരുന്നു. സൗന്ദര്യത്തെ തുറന്ന് ചോദിക്കുന്നു, അത് ഫാറ്റ്മാൻ സാർ അങ്ങനെയാണ്. ജാക്കിലിന് തുറന്ന് ചോദിക്കുന്നു, അത് ഫാറ്റ്മാൻ സാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരെയാണ്. സൗന്ദര്യക്ക് ജാക്കിലിൻ്റെ അടുത്ത് പറയാനുള്ളത് ഫാറ്റ്മാൻ വഴി പറയും, ജാക്കിലിന് സൗന്ദര്യം അടുത്ത് പറയാനുള്ളതും ഫാറ്റ്മാൻ വഴി പറയും. ഇത് രണ്ടുപേരും അപ്പുറം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. സൗന്ദര്യ, നീ ഇവിടെ റയാൻ്റെ അടുത്തും പറയണമായിരുന്നു ഇന്നലത്തെ ആ കേസ് വന്നപ്പോഴത്തേക്ക്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല പറയാനുള്ളത്, കഴിഞ്ഞ വീക്ക് ഞാൻ കിച്ചൺ ഇൻചാർജ് ആയിരുന്നപ്പോൾ ദീപകണ്ണനൊക്കെ സ്വയമായിട്ട് വന്ന് കിച്ചണൊക്കെ നോക്കി, അപ്പം ഞാൻ അവർക്കൊക്കെ വിട്ടുകൊടുത്തല്ലോ. അപ്പോൾ വർഷിനി ഇതേ സമയം അകത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പവിത്ര പറയണം, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പോയി നേരിട്ട് ചോദിക്കും ദീപകണ്ണൻ്റെ അടുത്ത്. വർഷിനി പ്രാന്തളവി കണക്ക് വന്നിട്ട്, ദീപക് ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് പറയൂ എല്ലാവരും സംസാരം. അപ്പോൾ ദീപക് ഇതെന്താ കേസ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വന്നതല്ലേ, അപ്പം ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ മാത്രമല്ല, നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ അറിയാം എന്ന് പറയണം. അപ്പം ദീപക് ഇതെന്താ പ്രശ്നം? ദീപക് പറയുന്നത്, വാ നമുക്ക് പോയി ഒറ്റയ്ക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് വർഷണിയും വിളിച്ചുകൊണ്ട് പോകുന്നു. ദീപക് പറയുന്നത്, ഇന്നലെ സൗന്ദര്യയുടെ കേസ് അവിടെ പറയാൻ വന്നിട്ട് നീ അവിടെ പറയാൻ വന്ന ഒന്നാമത്തെ കാര്യം, നിനക്ക് കിച്ചൺ ഇൻചാർജിൻ്റെ കേസ് കറക്റ്റായിട്ട് നീ അറിയാതെയാണ് അവിടെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്നേരം പറഞ്ഞത്, ജോക്കായിട്ട് പറഞ്ഞതാണ് നിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും വള്ളിക്കെട്ട് കേസും കൊണ്ട് വാ എന്ന് പറഞ്ഞത്. അത് നിനക്ക് ഹേർട്ടായോ? ഞാനും മനുഷ്യനാണ്, എനിക്കും അത് ഹേർട്ടാവും, ഞാൻ ഇമോഷണൽ ഉള്ളതല്ലേ, എനിക്ക് ഹേർട്ടായി. ഹേർട്ടായെങ്കിൽ സോറി. ദീപക് സോറി പറഞ്ഞ് വിഷയം തീർക്കുന്നു. പക്ഷെ ഈ വർഷണി കേസ് കളയുന്നില്ല. ജാക്കലിൻ സൗന്ദര്യ കുറച്ച് കഴിയാണ്, നടുക്ക് ഫാറ്റ്മാൻ ഇരിക്കുന്നു. സൗന്ദര്യ പറഞ്ഞു, എനിക്കിവിടെ ഓരോ കാര്യങ്ങൾ കൺഫ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ജാക്കലിൻ പറയുന്നത്, സൗന്ദര്യക്ക് എല്ലാം അറിയാം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾ സൗന്ദര്യോ, ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നു എന്ന്. അപ്പം സൗന്ദര്യ, നീ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എന്നെ പിറകിൽ പോയി പറയുന്നതെന്ന് പറഞ്ഞ് എന്താടി, എങ്ങനെ ഞാനിവിടെ ഗെയിം എങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുവരും നിൻ്റെ ഗെയിം? നീ പുറത്ത് കൊണ്ടുപോകാൻ എൻ്റെ ഗെയിം, നീ ഗെയിം കളി, എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വയ്യ, എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഞാൻ പോണ് എന്ന് പറഞ്ഞാൽ ജാക്കലിൻ വന്നു. അപ്പം നീ ഇവിടെ സേഫ് അല്ലേ അടി കളിക്കുന്ന, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും, അപ്പം നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ സൗന്ദര്യ എന്നിങ്ങനെ ജാക്കലിൻ പറഞ്ഞു. നീ ഇവിടെ ചെയ്യുന്നത് മുഴുവൻ ഇറിറ്റേറ്റഡാ. അങ്ങനെ രണ്ടുപേരൂടെ നല്ല വഴക്കാവുന്നുണ്ട്. ജാക്കലിനും ഈ പറയുന്ന സൗന്ദര്യം കൂടി വഴക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളത്, സൗന്ദര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നേ പിടിച്ചേക്കുന്ന ടോപ്പിക് എന്നറിയാം, ഇത് വിടുന്നില്ല. ഇത് സൗന്ദര്യക്കാണ് നല്ല നെഗറ്റീവ് ആവും. സത്യം പറഞ്ഞാൽ ജാക്കലിൻ പിന്നാലെ ഇപ്പോൾ ഒരു പരിപാടിയും പറയുന്നില്ല, ഈ സൗന്ദര്യമാണ് നടന്ന് പിന്നാലെ ചൊറഞ്ഞു ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മൊത്തം സൗന്ദര്യ ജാക്കലിൻ്റെ മണ്ടയിലാണ് ആക്കി കൊടുക്കുന്നത്. പക്ഷെ വന്നവർ മൊത്തം ടാർഗറ്റ് ചെയ്യുന്ന സൗന്ദര്യക്കാണ്, സൗന്ദര്യക്ക് വോട്ട് വീഴുന്നുണ്ട്, ജാക്കലിനോട്ട് വീഴുന്നുമില്ല.
ജാക്കലിൻ ഫ്രണ്ട്ഷിപ്പ് വെച്ച് കളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഗോവ ഗ്യാങ്ങിൽ വിജയ് സേതുപതിയാണ് കുറെ പേര് ചോദിക്കുന്നുണ്ട് ജാക്കലിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നില്ല. ഗോവ ഗ്യാങ് വിജയ് സേതുപതിയാണ് പിരിച്ചുവിട്ടത്. പക്ഷേ ഗോവ ഗ്യാങ്ങിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിക്കാം, അത് വെച്ച് കളിക്കല്ലെന്നേ വിജയ് സേതുപതി പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലായിടത്തും കീപ്പ് ചെയ്യുന്നുണ്ട് ആര്? ജാക്കലിൻ. അത് കഴിഞ്ഞതും സൗന്ദര്യം ജെഫ്രി 2 പാടായിട്ട് തിരിഞ്ഞു. അപ്പൊ സൗന്ദര്യം എടുത്ത് പിന്നെ അടുക്കാൻ പോകുമ്പോഴത്തേക്കും സൗന്ദര്യം അടുപ്പിക്കുന്നില്ല ജാക്കലിനെ. അന്ന് മുതൽ സൗന്ദര്യത്തോടെ, പിന്നെ അത് മാത്രമല്ല ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു സൗന്ദര്യം പിന്നാലെ എന്ന് സംസാരിക്കുന്നു എന്ന്. ഇത് ജാക്കലിൻ ചോദിക്കാൻ പോയി അന്ന് തുടങ്ങിയുള്ള പ്രശ്നമാണ് സൗന്ദര്യക്ക്. അപ്പൊ അതുകൊണ്ട് സൗന്ദര്യയുടെ ഭാഗത്താണ് ഈ കേസിൽ തെറ്റ് വരുന്നത്. പക്ഷെ സൗന്ദര്യം ഇത് ജാക്കലിന്റെ മണ്ടയിലാക്കിക്കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് വർഷിനി, റയാൻ, ശിവ, അരുൺ ഇവർ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റയാൻ പറയാണ്, എടി നിന്റെ അടുത്ത് അന്നേരം പറഞ്ഞ ഇന്റൻഷൻ അത് ആയിരിക്കത്തില്ല വർഷിനി, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വർഷിനി, അവർ സേഫ് ഗെയിം കളിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഹാർഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വർഷിനി വീണ്ടും വഴക്കുണ്ടാക്കുന്നു. സോറിയും പറഞ്ഞ് ദീപക്ക് പോയ കേസിന് വീണ്ടും കിടന്ന് ദീപക് അണ്ണൻ സേഫ് പ്ലേ ആണെന്നും പറഞ്ഞ് കിടന്ന് വഴക്കുണ്ടാക്കി നേരെ പോയിരുന്ന് കരയുന്നു. പവിത്ര പോയി സമാധാനിപ്പിക്കുന്നു, ദർശ, മുത്തുവൊക്കെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ജാക്കലിൻ റയാൻ്റെ അടുത്ത് കരയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഫ്രണ്ട്, നീ എൻ്റെ ഫ്രണ്ട് വാ 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 എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫസ്റ്റ് വീക്ക് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളോളം എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ഓരോന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ഡേർട്ടി ആയിട്ട് തോന്നുന്നു, ഡേർട്ടി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലേ? ട്രിഗർ ആക്കി വിടുന്നു എന്നെ എപ്പോഴും ഫ്രണ്ട് ആ ടോപ്പിക്ക് തന്നെ എടുത്തിരുന്നു. ഞാൻ ഒന്നിനും അവിടുത്തെ പോകുന്നില്ല, എന്നാലും എൻ്റെ പിറകെ നടന്ന് പറയുന്നു. ഞാൻ ഒരു തവണ നീ പിറകെ നടന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാലാണ് അവൾ ഇപ്പോഴും എന്നെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് ആ മുട്ട കേസ് അവൾ വിട്ടിട്ടില്ല, അത് എന്തിനാണ് എടുത്തുകൊണ്ട് വന്നത്? അപ്പോൾ റയാൻ പറയണം, നിങ്ങൾ പോയി 2 പേരോട് തനിയായിരുന്നു സംസാരിക്കുക, അപ്പോൾ ക്ലിയർ. അപ്പോൾ ജാക്കൽ പറയണം, ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിന്റെ മുഖം അങ്ങനെ വെച്ചിരിക്കുന്നത്, നിന്റെ മൂഞ്ചി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, നിന്റെ എക്സ്പ്രഷൻ അങ്ങനെയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ റയാൻ പറയണം, 8-9 ദിവസം കൂടെ ഉള്ളൂ, പറഞ്ഞ് ക്ലിയർ ആക്കണം. അപ്പോൾ ജാക്കൽ പറയണം, എനിക്കിനി വയ്യ, എനിക്കിനി നമ്മൾ സംസാരിക്കാൻ വന്നത് ഞാൻ താല്പര്യമില്ലെന്ന് പറയും, കാരണം എനിക്ക് വയ്യ, വഴക്കുണ്ടാക്കാൻ എനിക്ക് വയ്യ എന്ന് പറയും. സത്യം പറഞ്ഞാൽ സൗന്ദര്യ പിറകെ നടന്ന് ചൊറിയാണ്. ജാക്കലിൻ ഇതുകൊണ്ട് മനം തകർന്ന് നടക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് റയാനും പവിത്രയോടെ സംസാരിക്കുകയാണ്. റയാൻ പറയണം, ഇന്നലെ സാച്ചന രാവിലെ ബൗൾ കഴുകാതെ അവിടെ വെച്ചിട്ട് പോയി, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു, പിന്നെ വൈകുന്നേരം പോയി പറഞ്ഞു, എന്നിട്ട് അവസാനം വീട്ടുകാരെ ഞാൻ ഇന്നലെ ചോദിച്ചു, ഞാൻ അവിടെ അവരുടെ പേരിൽ എഴുതി വെച്ച് വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ അവൾ പറഞ്ഞു നിന്റെ വീട്ടുകാർ വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടതെന്ന് വരെ എൻ്റെ അടുത്ത് ഒന്നുള്ള മറുപടി പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി അരുണിൻ്റെ അടുത്ത് പോയി നേരെ ഈ കാര്യം തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നലെ സാചനയുടെ വിഷയം പവിത്ര എടുത്ത് റയാൻ പറയുവാണ്. അതിനുശേഷമാണ് ഡാൻസ് മാരത്തോൺ ടാസ്ക് ഒരുവിധം അവസാനിക്കുന്നു. അതെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, വെറുതെ ചുമ്മാ ഷോയ്ക്ക് കൊടുത്ത ടാസ്ക്കാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നാളെ ശനിയാഴ്ച ടോപ്പ് 8 ചലഞ്ചിങ് 8 നാളെ നിങ്ങളുടെ തീരുമാനം അറിയും, ആരൊക്കെയാണ് മാറുന്നത് എന്നുള്ള കാര്യം നാളെ പറയും എന്ന് പറയുന്നു. അതിനുശേഷം മുത്തു സാജനയുടെ രാത്രി സംസാരിക്കും. ഒരു റെലവൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ അത്. സാജന ചോദിക്കണം, ആര് 2 പേരാണ് ഡിസർവിങ് ഇവിടെ റീപ്ലേസ് ആകാൻ വേണ്ടിയിട്ട്? അപ്പം മുത്ത് പറയാണ്, ഇവിടെ ഔട്ടായി പോയ എല്ലാവരും ഡിസർവിങ് അല്ല എന്നുള്ളതല്ല, ഔട്ടായി പോയവരിൽ പലരും ഡിസർവിങ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിൽക്കുന്ന പലരും ഡിസർവിങ് അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിതിനകത്തൊരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല, കാരണം ഓഡിയൻസിന്റെ വോട്ടാണ് ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്കത് ഡിസർവിങ് ആണോ ഡിസർവിങ് അല്ലേ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് മുത്തു സുഖമായിട്ട് പറഞ്ഞ് ഒഴിയാണ്. അപ്പോഴത്തേക്കും സാജന, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് ഫീൽ ആവും, ഫെയർ ആയിട്ട് തോന്നുമോ മുത്തു എന്നിങ്ങനെ ചോദിക്കണം. മുത്തു പറഞ്ഞു, എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത് അക്സെപ്റ്റ് ചെയ്യണം, കാരണം ഇതിൻ്റെ പിറകിലുള്ള ടീം അതാണ് ഈ സീസണിൻ്റെ ഔട്ട്ലൈൻ എങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മുത്തു സൂപ്പറായിട്ട് ആ നേരെ മറുപടി പറയുന്നുണ്ട്. കറക്റ്റ് അത് സാജനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മലയാള സീസണിലൊക്കെ വന്നിട്ടുള്ള ഏണി പാമ്പും പോലത്തെ ഒരു ഗെയിം ഡിഷ് ടിവിയുടെ സ്പോൺസറായിട്ടൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷമാണ് സാജന കിച്ചണിൽ വരുന്നു. കിച്ചണിൽ കുക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ജാക്കലിൻ സമ്മതിക്കുന്നില്ല. അത് ഇന്നലെ സൗന്ദര്യക്ക് കൊടുത്തില്ല, ഇന്നലെ നിനക്ക് തന്നു കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ പേരിലുള്ള ഭയങ്കര അടിയാവും, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൗന്ദര്യയുടെ ചോദിക്കാൻ പറയുന്നു. സാജന പോയി ചോദിക്കുന്നു, സൗന്ദര്യം എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നു. നേരെ തിരിച്ച് വർക്ക് ചെയ്യാൻ വരുമ്പോൾ വർഷന് പറയുന്നത് പാർഷ്യാലിറ്റി കാണിച്ചു. അപ്പോൾ അപ്പം ആ ജാക്കലിൻ പറയുന്നത്, അയ്യോ എൻ്റെ പേര് പറയരുത്, ഞാൻ ഇതിനകത്ത് ഒരു ഇതും പറയുന്നില്ല, കാരണം സൗന്ദര്യ നീ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒന്നുകൂടെ ഉണ്ടാക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് ആ കേസ് അങ്ങ് മാറിപ്പോകുന്നു. അതിനുശേഷമാണ് നമ്മുടെ ക്യാപ്റ്റൻസിയിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള മുത്തു, അരുൺ, ദീപക്, വിശാൽ അവരാണ് ഇപ്പോൾ വീട്ടിൽ നിലവിൽ ബാക്കിയുള്ള ഫൈനലിസ്റ്റിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു ടാസ്ക് നടത്തി ആ ടാസ്കിൽ ജയിക്കുന്ന ആരാണോ അവർക്കാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കൊടുക്കുന്നത്, A2 റമ്മിയുടെ ടാസ്ക്. അപ്പം അത് വേറെ ഒന്നുമല്ല, ടാസ്ക് ഫോട്ടോ പസിലാണ്. ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നമ്മുടെ ഫോട്ടോ ഇങ്ങനെ കുറേ അറേഞ്ച് ചെയ്യാനുണ്ടാവും, ഫോട്ടോ പസിൽ ഒട്ടിക്കാനും ഉണ്ടാവും. എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ കുറേ കാർഡുകൾ കമഴ്ത്തി ഇട്ടേക്കും. അതിനകത്ത് A2 റമ്മി കൺഗ്രാജുലേഷൻസ് എന്ന് എഴുതിയിരിക്കുന്ന 3 കാർഡ് എടുത്തുകൊണ്ടൊന്ന് ഒട്ടിക്കണം. അത് മലത്തി നോക്കണം. വേറെ കുറേ ബിഗ് ബോസിൻ്റെ ലോഗോ ആയിരിക്കും. അപ്പോൾ ആദ്യം ആരാണോ ചെയ്യുന്നത് അവരാണ് വിജയി എന്ന് പറയുന്നു. അങ്ങനെ 4 പേര് മത്സരിക്കുന്നു, സൂപ്പറായിട്ട് മത്സരിക്കുന്നുണ്ട്. മുത്തുവാണ് ഫസ്റ്റ് പറക്കി എടുത്തുകൊണ്ട് വയ്ക്കുന്നത്, മുത്തു വിന്നറാവുന്നു. അങ്ങനെ മുത്തുവിനാണ് റോയൽ എൻഫീൽഡ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ചാവി മിക്കവാറും ഫിനാലെ സ്റ്റേജിൽ വെച്ച് കൊടുക്കുമായിരിക്കും. കുറച്ച് ക്യാഷ് അടയ്ക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ക്യാഷ് അടയ്ക്കേണ്ടി വന്ന ഈ കേസിന് മാത്രമല്ല, ഇപ്പം നമ്മുടെ 50 ലക്ഷവും കാറും കൊടുക്കുന്നതെന്ന് പറയത്തില്ലേ, ആ 50 ലക്ഷവും കാറും കൊടുക്കുന്ന ആ സംഭവത്തിനും കാശ് കൊടുക്കുന്നുണ്ട്. 3-4 ലക്ഷം രൂപ അടയ്ക്കുമ്പോഴാണ് ആ കാശ്, ആ ടോട്ടൽ കാറ് 12 ലക്ഷം എന്തോ ആണ് 3-4 ലക്ഷമോ 5-6 ലക്ഷം അടയ്ക്കുമ്പോഴാണ് ആ കാറ് മൊത്തം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുണ്ട്. മലയാള സീസണിലും അങ്ങനെ തന്നെയാണ്, തമിഴിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിനുശേഷം അർണവ്, സുനിത, സാചന, വർഷിനിയൊക്കെ കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ അർണവ് പറയുന്നുണ്ട്, റയാൻ ടിക്കറ്റ് ഫിനാലെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വരെ എത്തുമായിരുന്നോ? റയാൻ ഇവിടെ നിൽക്കേണ്ട ആളായിരുന്നോ? അപ്പോൾ സാചന പറയാണ്, സൗന്ദര്യ കാരണമാണ് ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നത്, സൗന്ദര്യയുടെ കൂടെ നിന്നിട്ട് ടിക്കറ്റ് ഫിനാലേക്ക് മുമ്പ് വരാം. അപ്പോൾ സുനിത പറയണം, അത് അവൻ്റെ സ്ട്രാറ്റജി ആയിരിക്കും, നമുക്കെന്ത് പറയാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കറക്റ്റ് കാര്യം അവർ പറഞ്ഞു. അപ്പോൾ ദീപക് മുത്തുകൂടെ സംസാരിക്കണം. ദീപക് പറയണം, എന്നെ പറഞ്ഞു കേട്ടില്ലേ സേഫ് പ്ലേ എന്ന്, എൻ്റെ സ്മാർട്ട് പ്ലേ ആണ്, സ്മാർട്ട് പ്ലേ. പിന്നെ ജാക്കിലും സൗന്ദര്യം കൊണ്ട് സംസാരിക്കുകയാണ് രാത്രി. സൗന്ദര്യം പറയാണ്, ഒരു ടൈമിൽ എനിക്ക് ഫ്രണ്ട് എന്ന് തോന്നുന്നു, ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് വേ ഓഫ് എക്സ്പ്രസ് ലവ് എനിക്ക് വരത്തില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ജാക്കിലും പറയാണ്, അത് നീ പോയി പിന്നാടി പോയെന്ന് സംസാരിച്ചില്ലേ സൗന്ദര്യ? അപ്പോഴത്തേക്കും സൗന്ദര്യ, ദയവ് കരുതി നീ വീണ്ടും എന്നത് പറയുന്നത്, എനിക്കത് പറയുമ്പോൾ എനിക്ക് എഫക്റ്റ് ആവുന്നോടി എന്നിങ്ങനെ പറയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. വേറെ ഇതൊക്കെ പുറമെ ഏതോ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം നാളെ ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതെന്ന്. വിശാലല്ല, അരുണോ പവിത്രയോ ആയിരിക്കും എന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. അരുണോ പവിത്രയോ നോക്കാം, നാളെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരൗട്ടാവും എന്നുള്ള കാര്യം. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. റിവ്യൂ പറയാനൊന്നുമില്ല, അതാണ് ഞാൻ കഥ പോലെ പറഞ്ഞു പോകുന്നത്. തീരാറായി, 96 ദിവസമായി, ഇനി 9 ദിവസം കൂടിയേ ഉള്ളൂ. എത്ര? 9 ദിവസം കൂടിയേ നമ്മുടെ റിവ്യൂ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ റിവ്യൂ ആയിട്ട് വരാം, എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്, ആരായിരിക്കും വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിടുന്ന വോട്ടൊന്നും കാര്യമാക്കണ്ട, എന്നാലും നിങ്ങൾ പോയി നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് അതിനകത്ത് വോട്ടിടുക. ഞാൻ ടോപ്പ് 4 എനിക്ക് വരുന്ന തോന്നുന്ന 4 കണ്ടസ്റ്റൻറ്റിനെ കൊടുത്തിരിക്കുന്നത്, മുത്തു, സൗന്ദര്യ, ജാക്ലിൻ, ദീപക്. ഇവിടെ 4 പേരെ കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പോയി വോട്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കണം. 3-ാമത്തെ 4-ാമത്തെ പോസ്റ്റാണ്. പൊക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോൾ കിട്ടും. ആ പോളിൽ പോയി നിങ്ങൾ പോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, അറിയാൻ പറ്റുമല്ലോ കുറച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ധാരണ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.